എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2026 ജനുവരി 21 നടത്തിയ 10ാം ക്ലാസ് ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനം, ഓപ്ഷൻ ഡി നിസ്സഹകരണ പ്രസ്ഥാനം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കാൺപൂർ നാനാ സാഹിബ്, ഓപ്ഷൻ ബി ആറ വാജിദ് അലി ഷാ, ഓപ്ഷൻ സി ലക്നൗ കുൻവർ സിംഗ്, ഓപ്ഷൻ ഡി ഫൈസാബാദ് ഷാമൽ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കാൺപൂർ നാനാ സാഹിബ് എന്നിവയാണ് ശരിയായ ജോഡി. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തെ ജോഡി സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ, 2 ഹിതകാരിണി സമാജം വീരേശലിംഗം, മൂന്നാമത്തെ പ്രാർത്ഥന സമാജം ആത്മാറാം പാണ്ഡുരംഗ്, 4 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ചൈനീസ് വിപ്ലവം. അഞ്ചാമത്തെ ചോദ്യം, 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി AK ഗോപാലൻ, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. ആറാമത്തെ ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഓപ്ഷൻ എ സഫ്രീന ലത്തീഫ്, ഓപ്ഷൻ ബി ദിൽന കൃഷ്ണൻ, ഓപ്ഷൻ സി രൂപ എ, ഓപ്ഷൻ ഡി സജന സജീവൻ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സഫ്രീന ലത്തീഫാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിത. ഏഴാമത്തെ ചോദ്യം, ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സമോആ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ശാന്തസമുദ്രം, ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ സി അറ്റ്ലാന്റിക് സമുദ്രം, ഓപ്ഷൻ ഡി ആർട്ടിക് സമുദ്രം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഈ 3 ദ്വീപ സമൂഹങ്ങളും. എട്ടാമത്തെ ചോദ്യം, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസസ് ഭ്രംശ മേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ഭൂഗുരുത്വാകർഷണ ബലം, ഓപ്ഷൻ ബി ഉപരിതല ഫലകങ്ങളുടെ ചലനം, 3 ചന്ദ്രനിൽ നിന്നുള്ള ആകർഷണം, 4 ദുർബലമായ ഫലക അതിരുകൾ. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയായ ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഭുവൻ, ഓപ്ഷൻ ബി വേദാസ്, ഓപ്ഷൻ സി മോസ്ഡാക്, ഓപ്ഷൻ ഡി മേക്ക് മൈ ഇന്ത്യ. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഭുവൻ. പത്താമത്തെ ചോദ്യം, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. ഓപ്ഷൻ എ കൊല്ലം ടു കോട്ടപ്പുറം, ഓപ്ഷൻ ബി സാദിയ ടു ധുബ്രി, ഓപ്ഷൻ സി ഗോദാവരി കൃഷ്ണ, ഓപ്ഷൻ ഡി ബ്രാഹ്മണി ടു മഹാനദി ഡെൽറ്റ. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബ്രാഹ്മണിയെയും മഹാനദി ഡെൽറ്റയെയുമാണ് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാതു സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി ബീഹാർ. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. 12ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിധിച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ബിബർജോയ്, ഓപ്ഷൻ ബി അൽവാരോ, ഓപ്ഷൻ സി റിമാൽ, ഓപ്ഷൻ ഡി ഡാന. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി
അൽവാരോ. 13-ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ദേശീയ ആസൂത്രണ സമിതി 1938, ഓപ്ഷൻ ബി ബോംബെ പദ്ധതി 1944, ഓപ്ഷൻ സി ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950, ഓപ്ഷൻ ഡി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വ്യാവസായിക നയം 1956. ഇതിൽ തെറ്റായ ജോഡിയായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വ്യാവസായിക നയം 1956. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന, 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 14-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. 15-ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏത്? 15-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, 2 ലെസോ ഫെയർ സിദ്ധാന്തം. 16-ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 16-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 1 ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, 2 ഭക്ഷ്യ സ്വയം പര്യാപ്തത, 3 ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 17-ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരെല്ലാം? 1 ശക്തികാന്ത ദാസ്, 2 KR പൂരി, 3 മൻമോഹൻ സിംഗ്. 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവർ 3 പേരും RBIയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 18-ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 18-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരക്ക് വ്യവസായവും. 3 ഇരുമ്പുരക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്നിവയും ശരിയായ ഉത്തരമാണ്. 19-ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 19-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നുള്ളതും 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി എന്നുള്ളതും ശരിയായ ഉത്തരമാണ്. 20-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? എ HC മുഖർജി, VT കൃഷ്ണമാചാരി, B HC മുഖർജി, JB കൃപലാനി, C HC മുഖർജി, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, D HC മുഖർജി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. HC മുഖർജിയും VD കൃഷ്ണമാചാരിയുമാണ്. 21-ാമത്തെ ചോദ്യം, ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? 21-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അയർലൻഡ്. 22-ാമത്തെ ചോദ്യം, പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 22-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 360. 23-ാമത്തെ ചോദ്യം, 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52-ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പഞ്ചായത്തി രാജ്, ഓപ്ഷൻ ബി നഗര തദ്ദേശ സ്വയംഭരണം, ഓപ്ഷൻ സി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. 23-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. 24-ാമത്തെ ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ വനം വൈദ്യുതി, ഓപ്ഷൻ ബി വാഹന നികുതി ജലസേചനം, ഓപ്ഷൻ സി ഇൻഷുറൻസ് കറൻസി നാണയങ്ങൾ, ഓപ്ഷൻ ഡി വിദേശ വായ്പകൾ നിധി ശേഖരങ്ങൾ. 24-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വനം വൈദ്യുതി. 25-ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 25-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഹീരാലാൽ സമരിയ. 26-ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ എ പീയൂഷ് ഗോയൽ, ഓപ്ഷൻ ബി സുരേഷ് പ്രഭു, ഓപ്ഷൻ സി അശ്വിനി വൈഷ്ണവ്,
ഓപ്ഷൻ ഡി മല്ലികാർജുന ഖാർഗെ. 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അശ്വിനി വൈഷ്ണവ്. 27ാമത്തെ ചോദ്യം കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻ എ സ്പീക്കർ, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഹൈക്കോടതി. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്പീക്കർ. 28ാമത്തെ ചോദ്യം കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ സ്നേഹസ്പന്ദനം, ഓപ്ഷൻ ബി ഉഷസ്, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി വയോമിത്രം. 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഉഷസ്. 29ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. 30ാമത്തെ ചോദ്യം കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി പി സദാശിവം, ഓപ്ഷൻ സി വി എസ് അച്യുതാനന്ദൻ, ഓപ്ഷൻ ഡി ആരിഫ് മുഹമ്മദ് ഖാൻ. 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പി സദാശിവം. 31ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ സുഗതകുമാരി, ഓപ്ഷൻ ബി എം കമലം, ഓപ്ഷൻ സി പി സതീദേവി, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ശ്രീദേവി. 32ാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് പി എൻ വിജയകുമാർ, ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ, ഓപ്ഷൻ സി കിഷോർ മക്കുവാന, ഓപ്ഷൻ ഡി സത്യനാഥ് മിശ്ര. 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ് ഇപ്പോഴത്തെ പട്ടികജാതി വർഗ കമ്മീഷൻ്റെ ചെയർമാൻ. 33ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ എം കെ സാനു, ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി വൈശാഖൻ, ഓപ്ഷൻ ഡി എൻ പി മുഹമ്മദ്. 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. 34ാമത്തെ ചോദ്യം തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം? ഓപ്ഷൻ എ മെനിഞ്ചസ്, ഓപ്ഷൻ ബി മൈലിൻ ഷീത്ത്, ഓപ്ഷൻ സി പെരികാർഡിയം, ഓപ്ഷൻ ഡി പ്ലൂറ സ്ഥലം. ഉത്തരം ഓപ്ഷൻ എ മെനിഞ്ചസ്. 35ാമത്തെ ചോദ്യം കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ പെല്ലഗ്ര, ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്, ഓപ്ഷൻ സി ബെറിബെറി, ഓപ്ഷൻ ഡി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓസ്റ്റിയോപൊറോസിസ്. 36ാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ക്ഷയരോഗം, ബി നിപ്പ, സി ഡിഫ്തീരിയ, ഡി ആന്ത്രാക്സ്. 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നിപ്പ. 37ാമത്തെ ചോദ്യം വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻ എ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർത്തുക, ഓപ്ഷൻ ബി ഭക്ഷ്യവിതരണം ശക്തമാക്കൽ, ഓപ്ഷൻ സി കാർഷിക വിളകളുടെ ഉൽപ്പാദന ശേഷി കൂട്ടുക, ഓപ്ഷൻ ഡി മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെയും ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 38ാമത്തെ ചോദ്യം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ പക്ഷാഘാതം, ഓപ്ഷൻ ബി പ്രമേയം, ഓപ്ഷൻ സി അതിറോസ്ക്ലീറോസിസ്, ഓപ്ഷൻ ഡി ഹൃദയാഘാതം. 38ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 39ാമത്തെ ചോദ്യം കേരളത്തിൻ്റെ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? എ വനനശീകരണം, ബി അത്യാവശ്യമല്ലാത്ത മരങ്ങൾ, സി മണൽ ഖനനം, ഡി മണ്ണിൻ്റെ ഉയർച്ച. 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി മണൽ ഖനനം. 40 ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ബാംഗ്ലൂരു. 41ാമത്തെ ചോദ്യം കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻ എ മേട്ടൂർ പുൽത്തൂണൽ, ബി അരളം വന്യജീവി സങ്കേതം, സി ഷൈലോം ദേശീയ ഉദ്യാനം, ഡി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ് അരളം വന്യജീവി സങ്കേതം. 42ാമത്തെ ചോദ്യം ഡൊറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം? എ റേഡിയോ
റേഡിയോ വേവ്, ബി മൈക്രോവേവ്, സി അൾട്രാവയലറ്റ്, ഡി ഇൻഫ്രാറെഡ്. 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മൈക്രോവേവ്. 43ാമത്തെ ചോദ്യം പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില. ഓപ്ഷൻ എ കൂടുന്നു, ബി വ്യത്യാസമില്ല, സി കുറയുന്നു, ഡി ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു. 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കുറയുന്നു. 44 ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ g/4. 45ാമത്തെ ചോദ്യം അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻസ് എ സഹായഹസ്തം, ബി വിദ്യാജ്യോതി, സി കരുത്ത്, ഡി ജ്യോതി. ഉത്തരം ഓപ്ഷൻ ഡി ജ്യോതി. 46ാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ഹിമാചൽ പ്രദേശ്, ബി മേഘാലയ, സി ജമ്മു ആൻഡ് കാശ്മീർ, ഡി ഉത്തരാഖണ്ഡ്. 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. 47ാമത്തെ ചോദ്യം ഒരേ തന്മാത്രാസൂത്രണവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ എ ഐസോമർ, ബി ഐസോടോപ്പ്, സി ഐസോബാറുകൾ, ഓപ്ഷൻ ഡി ഐസോടോണുകൾ. ഉത്തരം ഓപ്ഷൻ എ ഐസോമറുകൾ. 48ാമത്തെ ചോദ്യം വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. എ ബാരോമീറ്റർ, ബി മാനോമീറ്റർ, സി തെർമോമീറ്റർ, ഡി സ്ഫിഗ്മാനോമീറ്റർ. 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മാനോമീറ്റർ. 49ാമത്തെ ചോദ്യം ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ് എ അലസവാതകങ്ങൾ, ബി ചാൾക്കോജനുകൾ, സി ഹാലോജനുകൾ, ഡി ഉത്കൃഷ്ടവാതകങ്ങൾ. 49ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഹാലോജനുകൾ. 50ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ബി മഹാരാഷ്ട്ര, സി ഉത്തർപ്രദേശ്, ഡി തെലുങ്കാന. ഉത്തരം ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. 51ാമത്തെ ചോദ്യം രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ സി വി രാമൻ, ബി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ, സി കൈലാഷ് സത്യാർത്ഥി, ഡി അഭിജിത്ത് ബാനർജി. 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സി വി രാമൻ. 52ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. 4 സ്വാമി തോപ്പിൽ ജനിച്ചു. 53ാമത്തെ ചോദ്യം 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമേത്? ഓപ്ഷൻസ് എ ചൈന, ബി ഖത്തർ, സി ജപ്പാൻ, ഡി ഒമാൻ. 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജപ്പാൻ. 54ാമത്തെ ചോദ്യം കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റ്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 55ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? എ വിദ്യാവിലാസിനി, ബി ഭാഷാപോഷിണി, സി രാജ്യസമാചാരം, ഡി ഗ്രന്ഥലോകം. 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിലാസിനി. 56ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. കല്യാണമൽ സർദാർ കെ എം പണിക്കർ, പ്രേമാമൃതം സി വി രാമൻപിള്ള എന്നിവയാണ് ശരിയായ ജോഡികൾ. 57ാമത്തെ ചോദ്യം ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെത്തിയത്? 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ. 58ാമത്തെ ചോദ്യം 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹാൻകാങ്. 59ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി റാം. 60ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബ്രെഓഫീസ് ഇംപ്രസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗൈഡ് മീഡിയ അല്ലാത്തതേത്? 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം മൈക്രോവേവും
ഇൻഫ്രാറെഡുമാണ് ഗൈഡ് മീഡിയ അല്ലാത്തത്. 62ാമത്തെ ചോദ്യം, MS എഡ്ജ് എന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ വെബ് ബ്രൗസർ. 63ാമത്തെ ചോദ്യം, നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ വൈറസ്, ബി ക്രിപ്റ്റോ ഹാക്കിംഗ്, സി ഫിഷിംഗ്, ഡി സൈബർ സ്റ്റാക്കിംഗ്. 63ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സൈബർ സ്റ്റാക്കിംഗ്. 64ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം. അതായത് അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണം, അപ്പീലധികാരികളുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കപ്പെടുന്നതിനുള്ള സമയപരിധി എന്നിവ വ്യക്തമാക്കിയിരിക്കണം. 65ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 19 ആഗസ്റ്റ് 20, 2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. 3. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1, 3 ശരിയായ ഉത്തരം. 66ാമത്തെ ചോദ്യം, ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 67ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം? 67ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. 68ാമത്തെ ചോദ്യം, പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത്? ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ബി ലോക്കൽ പോലീസ്, സി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ഡി ബി അല്ലെങ്കിൽ സി. 68ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 69ാമത്തെ ചോദ്യം, 2025 ജൂലൈ 1 മുതൽ സാമ്പത്തിക കാര്യ സെക്രട്ടറി? ഓപ്ഷൻ എ രാജീവ് രഞ്ജൻ, ബി അനുരാധ താക്കൂർ, സി അനന്ത സാഗേശ്വരൻ, ഡി അജയ് സേത്ത്. 69ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അനുരാധ താക്കൂർ. 70 സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ.